വട്ടക്കാട്ടേക്കാണ് പോകുന്നത്. അവിടെ പാലക്കാട് മണ്ണുന്തി അതോടൊപ്പം തന്നെ ചിറ്റൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ CPI സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തും എന്ന് CPIയുടെ ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയാണ്. കാരണം മുന്നണി മര്യാദ എന്നൊന്ന് CPM പാലിക്കുന്നില്ല എന്നാണ് CPI ജില്ലാ നേതൃത്വം പറയുന്നത്. CPIയുടെ പല സിറ്റിംഗ് സീറ്റുകളും നൽകാൻ പോലും CPM തയ്യാറാകുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ചിറ്റൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ സ്വന്തം സ്ഥാനാർത്ഥികളുമായി മുന്നോട്ട് പോകും എന്ന് CPIയുടെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. ആദ്യം പ്രതികരണത്തിലേക്ക്. അതെ അത് ആ 3 മണ്ഡലത്തിൽ മാത്രമാണ്. ബഹുഭൂരിപക്ഷം മണ്ഡലത്തിലും മുന്നണി മര്യാദ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ 3 മണ്ഡലത്തിൽ ചിറ്റൂരെ സംബന്ധിച്ച് ഞങ്ങളെ പാർട്ടി സഖാക്കൾ വളരെ വികാരഭരിതമായിട്ടാണ് ജില്ലാ നേതൃത്വത്തിനെ സമീപിച്ചത്. മര്യാദ പാലിക്കേണ്ട അവിടെ മറ്റൊരു ഘടകകക്ഷിയും കൂടി ഉള്ളത് കൊണ്ട് അവർ കൂടി അതിൻ്റെ ഭാഗമായി ആ രാഷ്ട്രീയ മര്യാദ ചിറ്റൂർ പാലിച്ചില്ല എന്നുള്ളത് കൂടി അറിയിക്കണം. മറ്റൊന്ന് മണ്ണൂരാണ്. പാലക്കാട് മണ്ഡലത്തിൽ മണ്ണൂർ പഞ്ചായത്തിൽ മാത്രമാണ്. അത് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് വളരെ ഐക്യത്തോടുകൂടി ഏറ്റവും അവസാനം വരെ വന്നു. പക്ഷെ ഒരു വാർഡിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മൾ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. അരുൺ ആലത്തൂർ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുകയാണ്. അരുൺ, സർവത്ര പ്രശ്നങ്ങളാണ്. തൊട്ട് മുൻപ് കോഴിക്കോട് നിന്ന് രമ്യ പറഞ്ഞുകൊണ്ടിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുന്നതാണ്. ഇപ്പോൾ തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള പാലക്കാട്ടേക്ക് എത്തുമ്പോൾ അവിടെ CPMഉം CPIയും തമ്മിൽ അടി നടക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇപ്പോൾ CPI മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്? അവരുടെ സിറ്റിംഗ് വാർഡുകൾ പോലും CPM വിട്ടു നൽകില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഗൗതം, പാലക്കാട് ജില്ലയിലെ പല പ്രദേശങ്ങളിലും CPMഉം CPIയും നേർക്കുനേർ മത്സരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. മുന്നണി മര്യാദ എന്നുള്ളത് പാലിച്ചില്ല എന്നുള്ളതാണ് CPIയുടെ ജില്ലാ സെക്രട്ടറിയായ സുമലത മോഹൻദാസ് പറയുന്നത്. പലയിടത്തും CPI ജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുൻപ് മത്സരിച്ചിട്ടുള്ള വാർഡുകൾ ഇത്തവണ നിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും വലിയ എതിർപ്പ് CPMനെതിരെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾ തനിയെ മത്സരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും മണ്ണൂർ പഞ്ചായത്തിലെ 5 സീറ്റുകളിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഇപ്പോൾ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിറ്റൂർ മണ്ഡലത്തിൽ 3 പഞ്ചായത്തുകളിൽ 5 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ 2 വാർഡുകളിൽ CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കും. അതുപോലെ തന്നെ ചിറ്റൂരിൽ 2 ബ്ലോക്ക് ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ ഇവർ നിർത്തിയിട്ടുണ്ട്. തൃത്താല മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയതായിട്ടാണ് CPI ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നത്. മേലാർകോട് CPM സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ CPIയുടെ ലോക്കൽ സെക്രട്ടറി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. CPI ലോക്കൽ സെക്രട്ടറി S ഷൗക്കത്ത് അലിയാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും പ്രധാനമായിട്ടും ഈ ചിറ്റൂർ അതുപോലെ തന്നെ മണ്ണൂർ ഈ ഭാഗങ്ങളിലാണ് ഈ CPMഉം CPIയും തമ്മിലുള്ള തർക്കവും പോരും രൂക്ഷമായിട്ട് തുടരുന്നത്. മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മണ്ണൂരിൽ CPMഉം CPIയും തമ്മിൽ വലിയ പോരായിരുന്നു മണ്ണൂരിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നുള്ളതായിരുന്നു LDF പറഞ്ഞിരുന്നത്. പക്ഷേ അതൊന്നും പരിഹരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ മണ്ണൂരിൽ വീണ്ടും ഇവർ പരസ്പരം പോരടിച്ച് മത്സരിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് CPM ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒരു വശത്ത് നിരവധി ആളുകളാണ് CPMൽ തന്നെ പാർട്ടിക്കാർ വിമതരായിട്ട് മത്സരിക്കുന്നത്. കൊഴിഞ്ഞാമ്പാറ ഭാഗത്തേക്ക് വരുമ്പോൾ കൊഴിഞ്ഞാമ്പാറയിൽ CPM വിട്ട് തങ്ങൾ CPMന്റെ അതേ ആശയം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിഭാഗം ആളുകൾ സ്വതന്ത്രരായിട്ട് കോൺഗ്രസിന് ഉൾപ്പെടെ പിന്തുണയിൽ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം വ്യക്തമാണ് അരുൺ. അതായത് എല്ലാ ജില്ലകളിലും LDFനകത്തും അതോടൊപ്പം തന്നെ UDFനകത്തും ഈ വാർഡുകളെ ചൊല്ലി സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കം അത് വലിയ തോതിലുള്ള കീറാമുട്ടിയായി മാറുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.